വെള്ളം വറ്റുമ്പോൾ കുന്നുകൂടി കിടക്കുന്ന മനുഷ്യാസ്ഥികൂടങ്ങളിൽ നിറഞ്ഞ ഒരു തടാകം. ഓരോ വർഷവും വലിപ്പവും ആഴവും നഷ്ടപ്പെടുന്ന തടാകം. അസ്ഥികൂട തടാകം, ദുരൂഹതയുടെ തടാകം എന്നൊക്കെ പേരുകളുള്ള രൂപ്കുണ്ട് തടാകം. ഈ വിചിത്ര തടാകം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലാണ്. വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഉത്തരാഖണ്ഡ്. പ്രകൃതിരമണീയമായ ലാൻഡ്സ്കേപ്പുകളും ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ട്രെക്കിംഗ് അനുഭവവുമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതെങ്കിൽ വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ട് ഉത്സവമാണ് തീർത്ഥാടകരെ ആകർഷിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. സുന്ദര കാഴ്ചകൾക്കപ്പുറം നിഗൂഢതകളും നിറഞ്ഞ ഇടവും കൂടിയാണ് ഉത്തരാഖണ്ഡ്. അതിലൊന്നാണ് രൂപ്കുണ്ട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് 5029 മീറ്റർ ഉയരത്തിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരെയും സാഹസികരെയും ആകർഷിക്കുന്ന ഒരു ഹിമാനിക തടാകമാണത്. ജാട്ട് ഉത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. 500ഓളം അസ്ഥികൂടങ്ങൾ ആഴങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്ന നിഗൂഢതയുടെ ഭയാനകത പേറുന്ന ഈ തടാകം നിരവധി യാത്രികരാണ് സന്ദർശിക്കാറുള്ളത്. 1942 ഈ തടാകത്തിനടിയിൽ 500-ലധികം മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. പ്രദേശത്തെ നന്ദാദേവി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന HK മാധ്വാളാണ് ഒരു പട്രോളിനിടെ ഇത് കണ്ടെത്തിയത്. വർഷങ്ങളായി ഈ തലയോട്ടിക്ക് പിന്നിലെ നിഗൂഢതയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അസ്ഥികൂടാവശിഷ്ടങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച ഈ തടാകത്തിന് ഓരോ വർഷവും വലിപ്പവും ആഴവും നഷ്ടപ്പെടുന്നു എന്നതും ഏറെ ശ്രദ്ധേയവും ദുരൂഹവുമാണ്. 1960കളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച അസ്ഥിശകലങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അവയുടെ കാലം CE 12നും 15നും നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് 2004 വീണ്ടും അസ്ഥിശകലങ്ങളും മാംസഭാഗങ്ങളും ശേഖരിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠന വിധേയമാക്കിയപ്പോൾ അവയുടെ കാലം CE 850നും 880നും ഇടയ്ക്കായിരിക്കുമെന്നും തെളിയിക്കപ്പെട്ടിരുന്നു. രണ്ട് കാലങ്ങളിലുള്ളവരുടെ ശരീരാവശിഷ്ടങ്ങൾ എങ്ങനെ ഇവിടെ കുമിഞ്ഞുകൂടിയെന്നത് ഇന്നും ചുരുളഴിയാതെ കിടക്കുകയാണ്. മറ്റൊരു സിദ്ധാന്തം അനുസരിച്ച് കനൌജ് ജസ്തവലിലെ രാജാവും അദ്ദേഹത്തിന്റെ ഭാര്യ ബാലംബയും അവരുടെ സേവകരും ഒരു നൃത്ത സംഘവും മറ്റുള്ളവരും നന്ദാദേവി ക്ഷേത്രം സന്ദർശിക്കാൻ പോയി. വലിയ മഞ്ഞുവീഴ്ചയെ സംഘം നേരിട്ടുവെന്നും അതിൽ നിന്ന് മുഴുവൻ സംഘവും കൊല്ലപ്പെട്ടുവെന്നുമായിരുന്നു. എന്നാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഇവിടെ മരിച്ചത്. ഇവിടെ നിന്നും കിട്ടിയ 38 അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ ജനിതകപരമായി വ്യത്യസ്തമായ 3 ഗ്രൂപ്പുകളുടേതാണെന്നും 1000 വർഷത്തിനിടയിൽ പല തവണയായി തടാകത്തിൽ നിക്ഷേപിച്ചതാണെന്നും മറ്റൊരു പുതിയ പഠനം കണ്ടെത്തി. രൂപ്കുണ്ട് തടാകത്തിൽ ഇന്ത്യൻ വംശജരല്ലാത്ത ആളുകളുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പുതിയ തെളിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ആധുനിക കിഴക്കൻ മെഡിറ്ററേനിയൻ ജനതയുമായി വംശപരമ്പരയിൽ ഏറ്റവും അധികം പൊരുത്തമുള്ള ഈ ആളുകൾ ആരാണെന്നും ഹിമാലയത്തിന്റെ ഈ വിദൂര ഭാഗങ്ങളിൽ അവർ എന്താണ് ചെയ്തിരുന്നതെന്നും വിശദീകരിക്കാൻ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ തടാകം ഇന്നും നിഗൂഢമായി തുടരുന്നു.